പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ എബി തോമസ്. നമ്മുടെ വിദ്യാർത്ഥികളിൽ ഏറെപ്പേർക്കും എന്നെ കണ്ടെങ്കിലും പരിചയമുണ്ടായിരിക്കും എന്ന് കരുതുന്നു. എല്ലാവർക്കും സന്തോഷകരമായൊരു സമയം ആശംസിക്കും. ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ഒരു 20 മിനിറ്റ് നേരം സംസാരിക്കാം എന്നാണ് കരുതുന്നത്. ഈ വിഷയം വാസ്തവത്തിൽ 15-20 മിനിറ്റ് കൊണ്ട് തീരുന്നതല്ല, പക്ഷെ നമ്മുടെ സമയപരിമിതി കൊണ്ട് അങ്ങനെ ആക്കുന്നു എന്നേ ഉള്ളൂ. അടുത്ത കാലത്തായി കൗൺസിലിങ്ങിനും മറ്റും വരുന്ന പല ക്ലയൻസും ADHD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ പേരൻസും അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നവരും ഉണ്ട്. അപ്പോൾ എന്താണ് ADHD എന്നുള്ളത് പഠിച്ചിട്ടുള്ളവർ കുറേ പേരുണ്ടായിരിക്കും. ഇലിയാസ് സാർ തന്നെ നടത്തുന്ന കോഴ്സ് അതിനുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കോഴ്സ് കിട്ടിയവർക്ക് കൂടുതൽ പ്രയോജനപ്രദമാകാനും കോഴ്സ് എടുത്തിട്ടില്ലാത്തവർക്ക് ഒരു മുഖവുര ലഭിക്കാനും ഇടയാകുന്നത് പോലെയാണ് ഈ ഒരു സെഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള മിക്കവാറും പേർക്ക് ഇംഗ്ലീഷിനേക്കാളേറെ മലയാളം ആണ് എളുപ്പവും വ്യക്തവുമാകുന്നത് എന്നുള്ളത് കൊണ്ട് ക്ലാസ് പരമാവധി മലയാളത്തിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചില വാക്കുകൾ ഇംഗ്ലീഷ് പറയേണ്ടി വരും. ആ സമയത്ത് കഴിയുന്നത്ര അതിൻ്റെ മലയാളം വിശദീകരിക്കാമെന്നുമാണ് കരുതുന്നത്. ഈ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ADHD, ഓട്ടിസം, ഇവ രണ്ട്. അപ്പോഴൊരു അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഫാമിലി മുഴുവൻ ഈ തെറാപ്പിയിൽ പങ്കെടുക്കുന്നത് ആ കുഞ്ഞിന് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. എന്താണ് ADHD? ആദ്യം ADHDയെക്കുറിച്ചും പിന്നീട് ഓട്ടിസത്തെക്കുറിച്ചും പറയാമെന്നാണ് ഞാൻ കരുതുന്നത്. അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഈ 4 വാക്കുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്താണ് ADHD. അത് ശ്രദ്ധക്കുറവ്, പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെയാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ കുട്ടികളിൽ കാണാറുണ്ട്. വികാരങ്ങൾ നിയന്ത്രിക്കാനും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുമുള്ള കഴിവിനെ ബാധിക്കുന്ന ഒരു മസ്തിഷ്ക അവസ്ഥയാണ്. ഇതൊരു രോഗമല്ല എന്ന് മനസ്സിലാക്കണം. ഇതൊരവസ്ഥയാണ്. അതായത് മരുന്ന് കഴിച്ചോ മറ്റു വഴികളിലൂടെയോ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് പ്രയാസമുള്ളതായിരിക്കും. ഉദാഹരണത്തിന് മാനസിക രോഗവും ബുദ്ധിമാന്ദ്യവും പോലെ. മാനസിക രോഗം ഒരു രോഗാവസ്ഥയാണ്, മരുന്ന് കഴിച്ചാൽ മാറാവുന്നവയാണ്. എന്നാൽ ബുദ്ധിമാന്ദ്യം ഒരവസ്ഥയാണ്. ബുദ്ധിമാന്ദ്യം അങ്ങനെ മരുന്ന് കൊടുത്തോ ചികിത്സിച്ചോ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. എന്നാൽ ഈ രോഗത്തിൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കിയിട്ട് കുറേ കൂടെ അവസ്ഥയെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും എന്നുള്ളത്. അപ്പോൾ ADHD എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വികസനത്തിലോ പ്രവർത്തനത്തിലോ മാനസിക വികസനത്തിലോ ഒക്കെ ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള അശ്രദ്ധ, അതിപ്രസരം, ആവേശം, ഇങ്ങനെയുള്ള പാറ്റേണുകൾ ഇടകലർന്നു വരുന്നതാണ് ADHD ഉണ്ടാവുന്നതിനെ കണ്ടെത്താനായിട്ട് എളുപ്പമായിട്ടിരിക്കും. എങ്ങനെയാണ് ഈ ADHD ഉണ്ടാവുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഒരു ഉത്തരം ആയിട്ടില്ലാത്ത ഒരു വിഷയമാണ്. ജനിതകമാണ് ഇതിൻ്റെ കാരണം എന്ന് ഗവേഷണങ്ങൾ ചിലത് സൂചിപ്പിക്കുന്നുണ്ട്. തലച്ചോറിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രശ്നമാണ് ADHD. ADHD ഉള്ള കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ രാസവസ്തുവിന്, പ്രത്യേകിച്ചും ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് കുറവാണ് ADHD ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നത് എന്ന് അടിസ്ഥാനപരമായ റിസർച്ചസ് പറയുന്നുണ്ട്. ഇത് ഈ മസ്തിഷ്കത്തിൻ്റെ രാസവിനിമയം ADHD ഉള്ള കുട്ടികളിൽ അവരുടെ ശ്രദ്ധ, സാമൂഹ്യമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ്, ചലനം നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഈ ഡോപ്പമിൻ വളരെ കുറവായിട്ട് കാണപ്പെടുന്നു എന്നാണ് റിസർച്ച് പറയുന്നത്. അപ്പോൾ ADHDയുടെ ചില സാധാരണ ലക്ഷണങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരുന്നു.
2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് പോലും ഒരു കാര്യത്തിൽ തുടർച്ചയായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇത് മാതാപിതാക്കളുടെയോ അധ്യാപകരുടെയോ ശ്രദ്ധയിൽ പെട്ടാൽ നമ്മൾ ചിലപ്പോൾ വികൃതിയാണ് എന്നൊക്കെ നാടൻ രീതികളിൽ പറയും. പക്ഷേ ഇതൊരു മാനസികമായിട്ടുള്ള അവസ്ഥയാണ്. തലച്ചോറിൻ്റെ പ്രത്യേകത കൊണ്ടുള്ളത്. കുറേ ശ്രദ്ധിച്ചാൽ അല്പം പ്രയോജനപ്പെടുത്തി കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്രമീകരണത്തിന്, ഒരു കാര്യത്തിന് അനുയോജ്യമല്ലാത്ത തരത്തിൽ അധികമായിട്ടുള്ള ചലനം അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു പെൻസിൽ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പം എടുത്ത് അതിനെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഇരുന്ന് വർത്തമാനം പറയുകയാണെങ്കിൽ ഡെസ്കിൽ ഇരിക്കുന്ന ഇതെന്താ എടുത്ത് അതുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കും. അതായത് 2, 3, 4, 5 മിനിറ്റുകൾ പോലും ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു വിഷയത്തിലേക്കോ ഒരാളിലേക്കോ ഒരു കാര്യത്തിലേക്കോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരും. പിന്നെ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ്, സാധാരണയായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കും എന്ത് ചെയ്യണം. അങ്ങനെയില്ലാതെ ആവേശം മൂത്ത് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് ADHDക്കാരുടെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് അവരെ ഓർഗനൈസ് ചെയ്യാനായിട്ട് വലിയ പ്രയാസമായിരിക്കും. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിപ്പിക്കുക, ഇങ്ങനെ ഇരുന്ന് ചെയ്യുക, ഹോംവർക്ക് ഇത്ര മണിക്ക് തീർക്കുക, ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കാര്യം ആക്ട് ചെയ്യുന്നതിന് മുമ്പ് അത് ചിന്തിക്കുകയില്ല, ചിന്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഫിഡ്ജറ്റിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇങ്ങനെ കൈ കിട്ടുന്ന ഒരു സംഗതിയെ ഇങ്ങനെ മൂവ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ചില കുട്ടികളിൽ, പ്രത്യേകിച്ച് ഡൗൺ സിൻഡ്രോം ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾ കണ്ടിരിക്കും, ഒരു പേന ഇങ്ങനെ വെറുതെ ഇറങ്ങിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൈ കിട്ടുന്ന ഒരു സാധനം എടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്. അതിനെ ഫിഡ്ജറ്റിങ് എന്നാണ് പറയുന്നത്. പിന്നെ ചില കുട്ടികൾ വലിയ ബഹളം ഉണ്ടാക്കും, ഒച്ചപ്പാടുണ്ടാക്കും. പിന്നെ മാറുന്ന സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ അവർക്ക് വലിയ പ്രയാസമായിരിക്കും. പുതിയ പുതിയ സാഹചര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ അവർ വല്ലാത്ത അക്ഷമ കാണിക്കുകയും അതിൽ പൊരുത്തപ്പെടാനായിട്ട് അവർക്ക് പ്രയാസം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ADHD ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളുടെ ബന്ധങ്ങൾ, ജോലി, ആരോഗ്യം, സാമ്പത്തികം, സ്വന്തം കാര്യങ്ങൾ ക്രമീകരിക്കുക, ഇതിലെല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ മരുന്നുകളും ചികിത്സകളും ഉൾപ്പെടെയുള്ള തെറാപ്പീസ്, പലതരത്തിലുള്ള ചികിത്സാ പദ്ധതികൾ ഇതിലുണ്ട്. അപ്പം ADHD ഉള്ള കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യാനാവുക എന്നുള്ളതിനെക്കുറിച്ച് പറയാവുന്നത്. ഈ ഓട്ടിസം ഇതിനോടൊപ്പം ചേർത്ത് ചിന്തിക്കാവുന്ന ഒരവസ്ഥയായതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ASD എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ ഡെവലപ്മെൻ്റ് അവസ്ഥയാണ്. അത് തലച്ചോറിലാണ് ഇതിൻ്റെയും കാരണമായി തീരുന്നത്. ഓട്ടിസത്തിൻ്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഓട്ടിസ്റ്റിക് കുട്ടി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഓട്ടിസം ഉണ്ടാവുന്നു എന്നുള്ളതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ജെനറ്റിക്സ്, പാരമ്പര്യത്തിൻ്റെയും ഒരളവ് വരെ പാരിസ്ഥിതിക ഘടകങ്ങൾ, എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്, കുട്ടി ജീവിക്കുന്ന, ജനിച്ചു വളരുന്ന, പഠിക്കുന്ന സാഹചര്യങ്ങൾ, ഇവയൊക്കെ പങ്കുവഹിക്കുന്നുണ്ട് എന്നാണ് പൊതുവെ കാണപ്പെടുന്നത്. ഓട്ടിസം ബാധിച്ചവരിൽ 80% പേരും പാരമ്പര്യമായിട്ട് അങ്ങനെ വരുന്നത് ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപൂർവമായിട്ടുള്ള ജീൻ മ്യൂട്ടേഷൻ കൊണ്ടുവരാം, സാധാരണമായിട്ടുള്ള ജനിതക വ്യത്യാസങ്ങൾ കൊണ്ടുവരാം. പിന്നെ ഈ കുഞ്ഞ് ഗർഭത്തിലായിരുന്ന സമയത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകൾ, പുരട്ടുന്ന പെർഫ്യൂമുകൾ, പ്ലാസ്റ്റിക്കിൻ്റെ ഇൻടേക്ക്, അവയുമായുള്ള ബന്ധം, അങ്ങനെ ദോഷകരമായ മാലിന്യങ്ങൾ കൊണ്ടും പ്രഗ്നൻസിയിൽ കിടക്കുമ്പം തന്നെ ഓട്ടിസത്തിലേക്ക് നയിക്കുന്നതിന് കാരണമാകുന്ന ജനിതക പരിവർത്തനങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓട്ടിസം ബാധിച്ച സഹോദരങ്ങളുണ്ടെങ്കിൽ അത് പാരമ്പര്യമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇതുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അമ്മയുടെയും മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് അമ്മയുടെ പ്രായം, പ്രസവത്തിൻ്റെ സമയത്ത് അമ്മയ്ക്ക് പ്രായക്കൂടുതലാവുന്നത് ഓട്ടിസം വരാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഈ ഡൗൺ സിൻഡ്രോം, അതായത് നമ്മൾ കണ്ടാൽ, കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ചിലർ പറയുമല്ലോ, കണ്ടാൽ തന്നെ അറിയാം ബുദ്ധിമാന്യമുള്ള കുഞ്ഞാണ്. അങ്ങനെയുള്ളതിനെ പണ്ട് മംഗോളിസം എന്ന് പറയുമായിരുന്നു, 21st ക്രോമോസോമൽ ഡിസോർഡർ എന്ന് പറയും, ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ളിടത്തും ഇത് കണ്ടുവരാറുണ്ട്. പിന്നെ പ്രസവ സമയത്ത് കുഞ്ഞിൻ്റെ വെയിറ്റ് വളരെ കുറഞ്ഞിരിക്കുകയാണ്. വളരെ ചെറിയ വെയിറ്റുള്ള, ഭാരം തീരെ കുറവുള്ള കുഞ്ഞുങ്ങൾക്ക്, ജനന സമയത്ത് ഭാരം തീരെ കുറയുന്ന കുഞ്ഞുങ്ങൾക്കും ഓട്ടിസം ഉണ്ടാകുന്നതായിട്ട് വന്നതാണ്. പിന്നെ അമ്മയ്ക്ക് ഗർഭകാലത്തുണ്ടായിരുന്ന
പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അത് അമ്മയുടെ പ്രഷർ കൂടുക, 140/90 കൂടുതലായിട്ട് പ്രഷർ ഉണ്ടാവുക, യൂറിനിൽ വളരെ കൂടുതൽ, മൂത്രത്തിൽ വളരെയേറെ പ്രോട്ടീൻ ഉണ്ടാവുക, ബ്ലഡ് പ്ലേറ്റ്ലെറ്റുകൾ വളരെ കുറഞ്ഞിരിക്കുക, കിഡ്നി, കരൾ ഇവയൊക്കെ പ്രവർത്തനത്തിൽ വൈകല്യങ്ങൾ കാണിക്കുക, ശ്വാസകോശത്തിലെ ദ്രാവകങ്ങൾ, കഠിനമായിട്ടുള്ള തലവേദന ഗർഭകാലത്തുണ്ടാവുക. അതൊക്കെ പ്രത്യേകിച്ചും ഗർഭകാലത്തിൻ്റെ ഒരു 20 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഇതിലും ഇങ്ങനെ സംഭവിക്കാം. ചുരുക്കം ചില അമ്മമാർക്ക് പ്രസവശേഷം 48 മണിക്കൂറിനുള്ളിലും ഇത് സംഭവിക്കാം. കുഞ്ഞിന് ഈ മസ്തിഷ്കക്ഷതം ഇതുപോലെയുള്ള സിൻഡ്രോമുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് കാരണമാക്കി തീർക്കാറുണ്ട്. അപ്പം ഈ ഒരു ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡറുള്ള കുഞ്ഞുങ്ങളിൽ ആശയവിനിമയത്തിൽ, മറ്റുള്ളവരുമായിട്ട് പെരുമാറുന്നതിൽ, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നതിൽ, സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ വന്നു പേരൻസിനോട് പറയുന്നത്, ഇതിലൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ആവർത്തിച്ച്. അവർക്കൊരു ബിഹേവിയറൽ പാറ്റേൺ ഉണ്ടായിരിക്കും. ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ പലരും പഠിക്കാൻ ഉള്ള താല്പര്യവും നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ ഒരു സ്റ്റൈല് കാണും. നമ്മൾ പറയുന്നുള്ള മറ്റുള്ളവർ പഠിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല അവർ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 2-3 വർഷങ്ങൾ പ്രത്യേകിച്ച് അമ്മയുടെ മനസ്സുമായിട്ടൊക്കെ അമ്മ കടന്നു പോകുന്ന ഭയങ്ങൾ, വിഹ്വലതകൾ, പ്രഗ്നൻസി സമയത്തും അടുത്ത ഒരു 3 വർഷവും അമ്മയ്ക്ക് കടന്നു പോകാൻ ഇടയായി തീരുന്ന ചില പ്രത്യേക ശാരീരികാവസ്ഥകൾ കൊണ്ട് ഇങ്ങനെ വരാം. അപ്പോൾ സ്കൂളിൽ പ്രശ്നങ്ങളുണ്ടാവാം, മുതിർന്നവരാണെങ്കിൽ ജോലി ചെയ്യുന്നതിൽ പ്രയാസം ഉണ്ടാവാം, കുടുംബത്തിനുള്ളിലെ ഈ ഒരു വലിയ സമ്മർദ്ദം കൊണ്ട് ചില കുഞ്ഞുങ്ങളിൽ ഇത് കഠിനമായിട്ട് വരാം. പിന്നെ ഭീഷണിപ്പെടുത്തുക, പേടിപ്പിക്കുക ഒക്കെ ഉണ്ടായാലും ഇതൊന്നും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥയെ മെച്ചപ്പെടുത്തില്ല. ചിലരുണ്ട് ഇതിൽ ലക്ഷണം കാണിക്കുന്ന കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും, തല്ലുകയും അടിക്കുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവത്തില്ലെന്നുള്ളതാണ് സത്യം. ADHD ഓട്ടിസമുള്ള കുട്ടികളെ സഹായിക്കുന്നതിനുള്ള പലതരത്തിലുള്ള കൗൺസിലുകളും ചികിത്സകളുമുണ്ട്. അതാണ് ഇനിയിപ്പം പറയാനായിട്ട് പോകുന്നത്. 15 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഇതിൽ ഓരോന്നും 10-15 മിനിറ്റ് വീതം പറയാവുന്ന തരത്തിലുള്ള ഒരു ഷെഡ്യൂളാണെന്ന് അറിയാം. ഇവർക്കുള്ള ചികിത്സയിൽ ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും. അത് തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, CBT എന്നൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഉത്കണ്ഠയും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ടോക്ക് തെറാപ്പി, വർത്തമാനം പറയിപ്പിക്കുക, അത് കൂടുതൽ പ്രയോജനകരമായിരിക്കും. പിന്നെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യം, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു പ്രതിഫലം, ഒരു സമ്മാനം കൊടുക്കും. ഇപ്പോൾ ഈ കാര്യം ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഒരു ചോക്ലേറ്റ് ഉണ്ട്, ഒരു ഐസ്ക്രീം ഉണ്ട്. ഇപ്പോൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് പറയുന്നത്. നല്ല കാര്യം ചെയ്യുന്നതിനൊരു പ്രതിഫലം കൊടുക്കുക. മോശം കാര്യം ചെയ്യുന്നതിന് ശിക്ഷയാവാം, പക്ഷേ അടിക്കുകയൊന്നുമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നാളെ നമ്മൾ വൈകിട്ട് പോയി ഒരു സിനിമ കാണും. അപ്പോഴാണ് ഇവൻ വലിയ ബഹളം ഉണ്ടാക്കിയാൽ നാളത്തെ സിനിമ അടുത്ത ശനിയാഴ്ചത്തേക്ക് മാറ്റും. മനസ്സിലായല്ലോ? അത് വീട്ടിലെല്ലാവരും ഈ ചികിത്സയിൽ പങ്കെടുക്കുകയും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ റിവാർഡുകൾ കൊടുക്കുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ജെൻറ്റിലായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യും. പിന്നെ ഓക്കുപ്പേഷണൽ തെറാപ്പി പലയിടത്തും, അതായത് കുഞ്ഞുങ്ങളുടെ കിടക്ക വിരിച്ചിടാൻ പഠിപ്പിക്കുക, അത് വിരിച്ചിടുന്നതിനൊരു പ്രതിഫലം കൊടുക്കുക, ഷൂസ് കെട്ടുക, അത് ഷൂ ലേസ് കെട്ടിയിടുന്നത്, അല്ലെങ്കിൽ കുഞ്ഞൊരു ജോലികൾ ക്രമീകരിക്കുക, ഈ മേശപ്പുറം ഒന്ന് അടുക്കി വയ്ക്കുക, അതിന് പണം മനസ്സിലാകുമെങ്കിൽ അതിന് 10 രൂപ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കൊടുക്കുന്നു. ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരെ സഹായിക്കാൻ. ഇൻഡിവിജ്വൽ തെറാപ്പി, വ്യക്തിഗത തെറാപ്പി ഉണ്ട്. അതായത് കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഇടയിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ. ചില വീടുകളിൽ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കുഞ്ഞുങ്ങളോട് വല്ലാതെ ഇടപെടാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വീട് മുഴുവൻ ഈ ചികിത്സയിൽ പങ്കെടുക്കുകയാണെങ്കിൽ കുറേ കൂടെ കുട്ടികളുടെ സ്വഭാവവും രീതികളും അവരുടെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ചില ടിപ്സ്, ചില നുറുങ്ങുകൾ പറയാം ADHD
ഓട്ടിസം എന്നുള്ള ഒക്കെയുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഷെഡ്യൂൾ, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇതിൻ്റെ അവസാനം ഞാനൊരു PDF ഒരു പേജിൽ ഒരു സാധാരണ കുഞ്ഞിനെ വെച്ചുകൊണ്ട് മനസ്സിൽ കരുതിക്കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടൈം ടേബിൾ ഞാൻ അയച്ചു തരാം. അതും കൂടെ ഈ വീഡിയോയോടൊപ്പം പിന്നീട് അയക്കാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക, ഒരു ടൈം ടേബിൾ. രാവിലെ ഉണരുന്ന സമയം ഇപ്പോൾ 7 മണി മുതൽ 9 മണി വരെയാണെന്ന് സങ്കല്പിക്കുക. ഓരോ സമയവും ക്രമീകരിച്ച് ഇന്നത് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിന് അക്കാര്യം ചെയ്യുകയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ വളരെ ഉച്ചത്തിലുള്ള സംഗീതം, ഈ ഡപ്പാങ്കുത്ത് പാട്ടുകൾ, വലിയ വോയിസിൽ TV വയ്ക്കുക, കമ്പ്യൂട്ടർ ഗെയിം വയ്ക്കുക, അതൊക്കെ ഈ കുഞ്ഞുങ്ങളെ വല്ലാതെ അജിറ്റേറ്റ് ചെയ്യിക്കും. ബഹളമുള്ളിടത്ത് പോവുക, പെരുന്നാളുള്ള സ്ഥലത്ത്, ഉത്സവമുള്ള സ്ഥലത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് അവർ വല്ലാതെ അജിറ്റേറ്റഡ് ആകും. നമുക്കങ്ങ് പോകാം, നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറയും. ഇപ്പം ചില കുഞ്ഞുങ്ങൾ പേടി കൊണ്ട് പറയുകയില്ല. അതുകൊണ്ട് വീട്ടിലെ ഈ ബഹളങ്ങൾ, ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ട്, അച്ഛനും അമ്മയ്ക്കും കൂടെ ഒരു പ്രയാസം പറഞ്ഞു തീർക്കുകയാണെങ്കിൽ ശബ്ദമുയർത്താതെ അവർ തങ്ങളിൽ അത് ചെയ്യണം. ചിലരുണ്ട് വീട്ടിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ബഹളം വയ്ക്കുന്നവരുണ്ട്. അത് ഈ ADHD ഓട്ടിസ്റ്റിക് സ്പെക്ട്രമുള്ള കുഞ്ഞുങ്ങളെ ഇത് വല്ലാതെ ഒരു ശ്രദ്ധാശൈഥില്യം, അറ്റൻഷൻ ഷാറ്റർ ചെയ്യിക്കും. അതിന് കഴിയുമെങ്കിൽ ഇടപെടാതിരിക്കുന്നത്. സമപ്രായക്കാരുമൊക്കെ ആയിട്ടുള്ളതും ഈ കുഞ്ഞിൻ്റെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിരിക്കുന്ന സമപ്രായക്കാരൊക്കെ തമ്മിൽ ഇടപെടുകയും അതിന് നല്ലതായിട്ട് ഇടപെട്ടാൽ, ഇപ്പം അവൻ്റെ കൂട്ടുകാരൻ ഇവിടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവനെ നല്ലതായിട്ട് സ്വീകരിക്കണം. പുറത്തേക്ക് പോയി കൈയോ കഴുകി വൃത്തിയായിട്ട് വെടിപ്പായിട്ടിരിക്കണം. അതിനൊരു കുഞ്ഞു പ്രതിഫലമുണ്ട്. അതിനൊരു പുതിയ പെൻസിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താണ് അവർക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു പ്രവർത്തനത്തിൽ നിന്ന് വേറൊന്നിലേക്ക് മാറുന്നത്, പെട്ടെന്ന് മാറുന്നത് ഒഴിവാക്കും. ഇപ്പോൾ പഠിക്കാനായിട്ടൊരു മേശയുണ്ട്, അവിടെ ഒത്തിരി സാധനങ്ങൾ വാരിക്കൂട്ടി ഇടാതെ സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്യത്തക്കവണ്ണം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റുള്ളവർ മറ്റു കാര്യങ്ങൾ പറയാം, നീ ഇത് ചെയ്യും, അല്ലെങ്കിൽ ഇത് ചെയ്യും. ചിലരോട് വഴി ചോദിച്ചാൽ പറയും ആദ്യം ഇത് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഓട്ടിസം ADHD ഉള്ള കുഞ്ഞുങ്ങളോട് അങ്ങനെ പറയരുത്. ഒരു കാര്യം, ഇവിടുന്ന് പോയി ആ കതക് തുറന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ പിന്നീട് ഇങ്ങനെ ചെയ്യും, അങ്ങനെ പറയരുത്. ഒരു ഇൻസ്ട്രക്ഷനാണ് കൊടുക്കേണ്ടത്. സാധാരണ കുഞ്ഞുങ്ങളെ പോലെ 5 തരത്തിൽ ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും, ഇവിടുന്ന് മുന്നോട്ട് കയറിയിട്ട് അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ ഈ വഴിയാവാം, പിന്നെ വേറൊരു വഴിയുണ്ട്, ഇങ്ങനെയല്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ സ്പെസിഫിക് ആയിരിക്കണം, കറക്റ്റായിട്ട് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ടോക്കൺ ഇക്കോണമി എന്നൊക്കെ പറയും. എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഒരു 5 രൂപയുടെ നാണയം തരാം, മോനത് സൂക്ഷിച്ച് വെച്ചിട്ട് അടുത്ത മാസം നമ്മൾ ഓണത്തിന്, അല്ലെങ്കിൽ ക്രിസ്മസിന്, അല്ലെങ്കിൽ പെരുന്നാളിന്, അല്ലെങ്കിൽ ഈദിന് നമ്മൾ പോകുമ്പോൾ നിൻ്റെ പണം കൊണ്ട് തന്നെ നിനക്ക് ഒരു ഉടുപ്പ് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ 5 രൂപ ശേഖരിച്ച് വയ്ക്കും. അതൊക്കെ അങ്ങനത്തെ ഒരു കാര്യം കൊടുക്കുക. അതിൽ നിന്ന് രക്ഷകർത്താക്കൾ മാറാതിരിക്കുകയും ചെയ്താൽ കുഞ്ഞുങ്ങൾക്ക് കുറേ കൂടെ പ്രയോജനപ്പെടുത്താനാണ്. അപ്പോൾ ബിഹേവിയറൽ തെറാപ്പിയിലൂടെ ഈ കുഞ്ഞുങ്ങളുടെ ഇത്തരത്തിലുള്ള ശ്രദ്ധ പിടിച്ചു നിർത്തുന്നതിന് നമുക്ക് സാധിക്കും. കുട്ടികളോട് ഒരു കാര്യം പ്രോമിസ് ചെയ്താൽ, ഇത് ചെയ്യാമെങ്കിൽ നിനക്ക് ഞാൻ 10 രൂപ തരും എന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും ലംഘിക്കരുത്. ചില കുഞ്ഞുങ്ങൾ നമ്മുടെ 10ാം ക്ലാസ് ജയിച്ചാൽ നിനക്കൊരു സൈക്കിൾ. ഇത് ADHD ഓട്ടിസ്റ്റിക് സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങളല്ല, അല്ലാത്തവരോടും ചെയ്യുന്നു. 10ാം ക്ലാസ് ജയിക്കാമെങ്കിൽ നിനക്കൊരു സൈക്കിൾ വാങ്ങിച്ചു തരാം. അവൻ പാടുപെട്ട് പഠിച്ച് 10ാം ക്ലാസ് ജയിച്ചു. അപ്പോൾ എൻ്റെ സൈക്കിൾ എന്ത്? അത് നീ 10ാം ക്ലാസ് ജയിക്കാനായിട്ട് പറഞ്ഞു, ഇനി +2 കഴിയുമ്പോൾ വാങ്ങിത്തരാം. ഈ കുഞ്ഞ് പേരൻറ്റിനെ പയ്യെ വിശ്വസിക്കാതാകും. എന്തുകൊണ്ടാണ്? പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരാത്ത പിതാവാണ്. എൻ്റെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മച്ചി എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് എന്ന് എത്തിത്തരും. അതുകൊണ്ട് പറ്റാത്ത വാഗ്ദാനങ്ങൾ ചെയ്യരുത്. പറയുന്ന വാഗ്ദാനങ്ങൾ ചെയ്തു കൊടുക്കണം. ഇത് ADHDയും ADSും ഉള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, എല്ലാവരിലും ഇത് പാലിക്കാവുന്നതാണ്. ബിഹേവിയറൽ തെറാപ്പിക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പലതരത്തിലുള്ള ചികിത്സകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. മരുന്നുകൾക്ക് ചെറിയൊരളവ് വരെ കുഞ്ഞുങ്ങളെ സ്വസ്ഥരാക്കാനൊക്കെ പറ്റുമെങ്കിലും ബിഹേവിയർ പെരുമാറ്റ ചികിത്സയ്ക്കാണ് ദീർഘകാലത്തേക്ക് അവരെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ സൈക്യാട്രിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും സേവനം ആവശ്യമായിട്ട് വരാം. മരുന്ന് കഴിക്കുന്നത് സൈക്യാട്രിസ്റ്റാണ്, മനോരോഗ ചികിത്സകനാണ് മരുന്ന് കൊടുക്കുന്നത്. സൈക്കോളജിസ്റ്റിന് മരുന്ന് കുറിക്കുന്നതിന് അവകാശമില്ല. അപ്പോൾ പെരുമാറ്റം കാര്യങ്ങൾ വീട്ടിലുള്ള എല്ലാവരും ഈ ചികിത്സയുടെ പദ്ധതിയാണ് എന്നറിഞ്ഞ് ഇത് ചെയ്യാൻ പറ്റും.
സ്കൂളുകളിൽ ബിഹേവിയറൽ തെറാപ്പി നടത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഡെയിലി റിപ്പോർട്ട് കാർഡ് കൊടുക്കുന്നതിലൂടെ ഒക്കെ സ്കൂളുകളിൽ വേണമെങ്കിൽ കുട്ടികളുടെ ബിഹേവിയറൽ തെറാപ്പി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കുഞ്ഞുങ്ങൾക്കനുസരിച്ച് വീട് ക്രമീകരിക്കുക, ചെക്ക് ലിസ്റ്റും പ്ലാനർ ഇപ്പോൾ എഴുതി വെച്ച് വീട്ടിലെല്ലാവരും ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നു എന്ന് തോന്നുന്നത് കുഞ്ഞുങ്ങളെ അതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ വീടിൻ്റെ അന്തരീക്ഷം, വീട്ടിലൊരു ദൈവം തമ്പുരാൻ നമുക്കൊരു അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ, ഒരു പരിമിത ശേഷിയുള്ള കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ ഓർക്കണം, അവനെ ചീത്ത വിളിക്കുകയോ പിഴാകുകയോ ശപിക്കുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ അവളെ നോക്കിക്കൊള്ളുമെന്ന് തമ്പുരാൻ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു കുഞ്ഞിനെ വീട്ടിൽ തന്നതെന്ന് ഓർക്കണം. അപ്പം നമ്മൾ അവനെ ചേർത്ത് നിർത്തണം. എന്നിട്ട് അവന് വേണ്ടി ഒരു അല്പം, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വളരെ പ്രായമായ ഒരാളുണ്ട്, വീട് മുഴുവൻ അയാൾക്ക് വേണ്ടി ഒരുങ്ങുന്നു. വാർദ്ധക്യത്തിലുള്ള ഞങ്ങളുടെ വല്യപ്പയാണ് വീട്ടിലുള്ളത്, അതുകൊണ്ട് അവന് വേണ്ടി ഒരുങ്ങണം, ആ ആളിന് വേണ്ടി ഒരുങ്ങാൻ പറ്റണം എന്ന് പറഞ്ഞ പോലെ ADHDയോ ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കുഞ്ഞുങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീട് മുഴുവൻ ഈ കുഞ്ഞിന് വേണ്ടി ഈ ചികിത്സയിൽ സഹകരിക്കുന്നു എന്ന് തോന്നണം. ഇത് ഒരു സെമസ്റ്റർ, അതായത് ഏകദേശം 4 മാസം എടുത്ത് പഠിപ്പിക്കുന്ന, ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ 20 മിനിറ്റ് കൊണ്ട് പറയാനായിട്ട് ശ്രമിച്ചത്. പൂർണ്ണമായിരിക്കില്ല, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും സന്തോഷകരമായ ഒരു സമയം ആശംസിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ളതോ നമ്മൾ പഠിപ്പിക്കുന്നതോ നമ്മുടെ കൗൺസിലിങ്ങിന് വരുന്നതായിട്ടുള്ള ADHD, ASD, അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉള്ള കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക് കുഞ്ഞുങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾ കൂടുതൽ അനുഗ്രഹീതരായി തീരാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെ വേല, നമ്മുടെ ജോലി അതിന് സഹായകമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ഒരു നല്ല സമയവും ഈ ശ്രദ്ധയ്ക്ക് നന്ദി പറയുകയും ചെയ്യും. നമസ്കാരം.